ായ വിശുദ്ധമായ റമദാനിന് ശേഷം ഏറ്റവും മഹത്തായ ദുൽഹജ്ജ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ത്യാഗോജ്വലവും ഭക്തി നിർഭരവുമായ ചരിത്ര മുഹൂർത്തങ്ങളാണ് ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹജറ ബീവി റളിയല്ലാഹു അൻഹ, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിവരുടെ ജീവിതവും ത്യാഗങ്ങളുമാണ് ഈ മാസത്തിലെ ഓരോ കർമ്മങ്ങൾക്കും പിന്നിലുള്ളത്. ചരിത്രം പഠിക്കണേ. ഒന്നാമതായി ഹാജറ ബീവിയുടെ ത്യാഗവും സംസം ഉറവയും നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പത്നി ഹാജറയെയും മുലകുടിക്കുന്ന പ്രായത്തിലുള്ള മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും വിജനവും ജനവാസവും ഇല്ലാത്തതുമായ മക്കയിലെ മണലാരുണ്യത്തിൽ കൊണ്ടുപോയിരുത്തി. കയ്യിൽ വെള്ളവും ഭക്ഷണവും തീർന്നപ്പോൾ കുഞ്ഞിൻ്റെ വിശപ്പടക്കാൻ വെള്ളം തിരഞ്ഞ് ഹാജറ ബീവി അടുത്തുള്ള സഫാ മർവ എന്നീ രണ്ട് മലകൾക്കിടയിലൂടെ 7 തവണ ഓടി. ഒരു സ്ത്രീയുടെ ഈ കഠിനമായ ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഹജ്ജിനെത്തുന്നവർ ചെയ്യുന്ന സഈ എന്ന് പറയുന്ന മഹത്തായ കർമ്മം. ഒടുവിൽ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് വഴി അവിടെ സംസം ഉറവ പ്രത്യക്ഷപ്പെടുകയും ആ പ്രദേശം ജനവാസ കേന്ദ്രമായി മാറുകയും ചെയ്തത് ദുൽഹജ്ജിൻ്റെ ചരിത്രമാണ്. രണ്ടാമത്തതറിയുമോ? കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം. വർഷങ്ങൾക്ക് ശേഷം മകൻ വളർന്നു വലുതായപ്പോൾ അല്ലാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ചേർന്ന് ലോകത്തെ ആദ്യത്തെ ആരാധനാലയമായ കഅബ പുനർനിർമ്മിച്ചു. നിർമ്മാണത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള മനുഷ്യരെ ഹജ്ജിനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷണിക്കുകയും ചെയ്തു. ആ വിളിക്ക് ഉത്തരം നൽകിയാണ് ഇന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ മക്കയിലേക്ക് ഒഴുകിയെത്തുന്നത്. മൂന്നാമത്തെ ഒരു ചരിത്ര സംഭവം അറിയുമോ? ബലികർമ്മത്തിൻ്റെ ചരിത്രമാണ്. ഉളുഹിയത്തിന് വേണ്ടി എത്ര ആളുകളാണ് തയ്യാർ ചെയ്തത്? എല്ലാ മഹല്ലുകളിലും 20ഉം 30ഉം 50ഉമായി ഉളുഹിയത്തിറക്കുകയാണ്. ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും വലിയ ചരിത്ര സംഭവം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ പരീക്ഷണമാണ്. തൻ്റെ ഏക മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിനായി ബലി നൽകാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വപ്നത്തിലൂടെ കൽപ്പന ലഭിച്ചു. അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ പിതാവും മകനും ഒരുപോലെ തയ്യാറായി. മിനായിൽ വെച്ച് മകൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ തുനിഞ്ഞ ആ നിമിഷം അവരുടെ ആത്മാർത്ഥതയും അനുസരണയും സ്വീകരിച്ച അല്ലാഹു ബലി തടയുകയും പകരം സ്വർഗത്തിൽ നിന്നുള്ള ഒരു ആടിനെ ബലി നൽകാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ചരിത്രമറിയില്ലേ? ഈ മഹത്തായ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ദുൽഹജ്ജ് 10 നമ്മൾ ആഘോഷിക്കുന്ന ബലിപെരുന്നാളും അതുപോലെ തന്നെ നടത്തപ്പെടുന്ന ഉളുഹിയത്തും. നാലാമത്തൊരു ചരിത്രമറിയണോ? മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലി നൽകാൻ പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കാൻ 3 സ്ഥലങ്ങളിൽ വെച്ച് പിശാച് ശ്രമിക്കുകയുണ്ടായി. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിശാചിന് നേരെ കല്ലെടുത്തെറിഞ്ഞു തോൽപ്പിച്ചു. ആ സംഭവത്തിൻ്റെ ഓർമ്മയിലാണ് ഹജ്ജ് കർമ്മത്തിനിടയിൽ മിനായിലെ തൂണുകൾ, അതായത് ജംറകളിലാണ് റമ്യുൽ ജിമാർ എന്നല്ലതിനെ പറയുന്നത്. ആ ജിമാര് കല്ലെറിയുന്ന കർമ്മം നിർവഹിക്കുന്നത് എന്ന് നാം പഠിച്ചു വെക്കണം. അഞ്ചാമത്തൊരു ചരിത്ര സംഭവമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുതുബത്തുൽ വദാ, മുത്തുനബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ 10-ാം വർഷം ദുൽഹജ്ജ് 9 അറഫാ മൈതാനിയിൽ വെച്ചാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജ് നിർവഹിച്ചതും ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടത്തിയതും.
അവിടുന്ന് ലോകത്തെ ജനതയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളുടെ രക്തവും സ്വത്തും മന്ദസ്സും ഈ ദിവസത്തിന്, ഈ മാസത്തിന്, ഈ നഗരത്തിനുള്ളതുപോലെ വിശുദ്ധമാണ് എന്ന് തുടങ്ങിയ പ്രവാചകന്റെ ആഹ്വാനം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ്. മനുഷ്യ സമത്വം, സ്ത്രീകളുടെ അവകാശങ്ങൾ, അഗതികളുടെ സംരക്ഷണം എന്നിവയെല്ലാം ഊന്നിപ്പറഞ്ഞ ഈ പ്രസംഗത്തോടെയാണ് ഇസ്ലാം മതം അതിൻ്റെ പൂർണ്ണതയിലെത്തിയത്. ചുരുക്കത്തിൽ ഹജ്ജ് എന്നത് കേവലം ഒരു യാത്രയല്ല, മറിച്ച് ചരിത്രത്തിലെ വലിയൊരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. ഈദുൽ ഹജ്ജിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഓ സഹോദരങ്ങളെ, നാം ചെയ്യേണ്ട എത്ര അമലുകളുണ്ട്, എത്ര അമലുകളാണ് നാം ചെയ്യേണ്ടതെന്ന്. ദുൽഹജ്ജ് മാസത്തിൽ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അതിൽ അറഫ നോമ്പ് നമ്മളിലേക്ക് വരുന്നത് ബുധനാഴ്ചയാണ്. ദുൽഹജ്ജ് 9 അന്ന് നമ്മളിലേക്ക് കടന്നു വരുന്ന അറഫ നോമ്പ്. ഈ 10 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ ദിനം. അന്നത്തെ നോമ്പിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. അതോടുകൂടി ഒരു വർഷം അവന് ആയുസ്സ് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മാസത്തിൽ ദിക്റുകൾ, തഹ്ലീൽ നിങ്ങൾ അധികരിപ്പിക്കണം, തക്ബീർ നിങ്ങൾ അധികരിപ്പിക്കണം, തഹ്മീദ് നിങ്ങൾ അധികരിപ്പിക്കണം, തസ്ബീഹ് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് പറഞ്ഞത് കാണാം. തക്ബീറുകൾ ധാരാളം ചൊല്ലണേ. ഉളിയത്ത് കർമ്മം നാം പങ്കെടുക്കണം. അതിന് തൗഫീഖ് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നാം അത് നിർവഹിക്കണം. സമ്പത്തുള്ളവർ ഉളിയത്ത് നടത്താതിരുന്നാൽ അതേ ആ സമ്പത്ത് കൊണ്ട് അവനക്കൊരു ഉപകാരമില്ല. എത്ര ആളുകൾ സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് ഉളിയത്ത് നടത്തുമ്പോൾ പണമുള്ള ആളുകൾ സുളിയത്ത് നടത്താത്തവർക്ക് ഈദ് മുസല്ലയിൽ പോലും വരുന്നതിൽ അർത്ഥമില്ലെന്നാണ് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതേ പാപമോചനത്തിൻ്റെയും പ്രാർത്ഥനക്കുത്തരം നൽകുന്നതിൻ്റെയും സമയങ്ങളാണ്. ഓരോ സമയം വിലപ്പെട്ടതായി കണക്കിലെടുത്ത ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ഈദുൽ ഹജ്ജിൻ്റെ ഈ ചരിത്ര പ്രസിദ്ധമായ വിഷയങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരും സ്വീകരിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.